CPM ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് സമ്മേളനങ്ങൾ ഉയർന്നുവരുന്നത്. ഏറ്റവും ഒടുവിലായി MLA മുകേഷിന്റെ രാജിക്കാര്യമാണ് CPM സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ലൈംഗിക പീഡന കേസിൽ മുകേഷിനെതിരെ തെളിവുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കുറ്റപത്രം കോടതിയിൽ എത്തിയും കഴിഞ്ഞു. എന്നിട്ടും ഇന്ന് മുകേഷ് MLA ആയി തന്നെ വിലസുകയാണ് ഈ നാട്ടിലൂടെ. പീഡന കേസിൽ തെളിവുകൾ എതിരായിട്ടും മുകേഷിന്റെ രാജി എന്തുകൊണ്ട് CPM ആവശ്യപ്പെടുന്നില്ല എന്നാണ് സമ്മേളനങ്ങളിൽ ഉയരുന്ന ചോദ്യം. ഒരു UDF MLA ആയിരുന്നു ആരോപണ വിധേയനായിരുന്നത് എങ്കിൽ ഇതോടകം രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കാനും രാജിവെക്കാനുമൊക്കെ ഇടപോരാളികൾ തെരുവിലുണ്ടാകുമായിരുന്നു. എന്നാൽ മുകേഷ് MLAക്ക് മാത്രം ഇതൊന്നും ബാധകമല്ല. LDF സർക്കാർ 2016 അധികാരത്തിലെത്തിയത് മുതൽ ഇത്തരത്തിലൊരു പ്രത്യേക പരിഗണന മുകേഷിന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെയും CPM നേതാവ് PK ശ്രീമതിയുടെയും വാക്കുകളിൽ പ്രതിഫലിച്ചതും. നിയമപരമായി രാജിവെക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നും കോടതി കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതി എന്നുമായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ അഭിപ്രായം. മുകേഷിനെതിരായ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും വേവലാതി വേണ്ട എന്നുമായിരുന്നു PK ശ്രീമതിയുടെ അഭിപ്രായം. അതേസമയം UDFിൽ നിന്നുള്ള നേതാക്കന്മാരുടെ പ്രതികരണം 2 വാക്കുകളിൽ ഒതുങ്ങി എന്ന അഭിപ്രായമുണ്ട്. പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മുകേഷിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയരണമായിരുന്നു. 2018 മുകേഷിനെതിരെ ആദ്യ ലൈംഗിക പീഡന പരാതി പുറത്തു വരുന്നത്. കോടീശ്വരൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജോലി നോക്കിയിരുന്ന ഒരു സ്ത്രീയോട് അശ്ലീല സംഭാഷണം നടത്തി എന്നതായിരുന്നു ആദ്യ പരാതി. മീ ടു ക്യാമ്പയിൻ കേരളത്തിൽ അണ പൊട്ടി നിൽക്കുന്ന അവസരത്തിലാണ് മുകേഷിനെതിരെ പരാതിയും വന്നത്. എന്നാൽ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയെ കണ്ട പരിചയം പോലും ഇല്ല എന്നതാണ് മുകേഷിന്റെ മറുപടി. തന്നെ വെള്ളപൂശാൻ നർത്തകിയായ തന്റെ ഭാര്യയാണ് അന്ന് MLA രംഗത്തിറക്കിയത്. ആ നീക്കം ഫലം കാണുകയും ചെയ്തു. മുകേഷ് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. എന്നാൽ വർഷം 6 കഴിയുമ്പോൾ അന്ന് സഹായിച്ച നർത്തകിയായ ഭാര്യ ഇന്ന് മുകേഷിൽ നിന്ന് വിവാഹമോചനം തേടി തടി തപ്പുകയാണ് ഉണ്ടായത്. മീ ടു കേസിൽ മുകേഷിനെ ഭാര്യ ന്യായീകരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമാ താരം കൂടിയായ മുൻ ഭാര്യ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡന വിവരങ്ങൾ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അക്കാലത്തും മുകേഷിനെ സംരക്ഷിക്കാൻ മുന്നിട്ട് നിന്ന CPM ഇന്നും അതേ നിലപാടാണ്. എന്നാൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്ന നിലപാടാണ് ചില CPM നേതാക്കളിൽ നിന്ന് ഇപ്പോൾ വരുന്നത്.